ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അത് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ വർഷം പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളതായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പം എല്ലാവർക്കും ട്യൂഷൻ ഫീസിനെ കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ടാകും. സ്പെഷ്യൽ ഫീ അല്ലെങ്കിൽ ഉണ്ടെന്ന് അറിയായിരിക്കും, ഹോസ്റ്റൽ ഫീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഒരു ധാരണ ഇല്ലാത്തൊരു കാര്യമായിരിക്കും നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഫീസ് അല്ലെങ്കിൽ നമ്മൾ എത്ര പൈസ കരുതണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോകുമ്പോൾ ഏതൊക്കെ ഫീസ് നമ്മൾ അടയ്ക്കണം എന്നുള്ള കാര്യം. ഈ വീഡിയോ എനിക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ, ഞാൻ അറിയുണ്ടായിരുന്നില്ല ഇത്രയും ഒരു പൈസ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ അടയ്ക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്തു. കാരണം നമ്മൾ അവിടെ ATM മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ഓടി ഇവിടെ ഓടി, അപ്പൊ നമ്മൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ. അതെന്ന് പറയുന്നത് എക്സാക്ട് നിങ്ങൾ ഇത്ര പൈസ കൊണ്ടുപോകണം എന്നല്ല, അവിടെ നിങ്ങൾക്ക് ഏറെക്കുറെ എന്തിനൊക്കെ ഫീസ് അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ എത്ര എങ്കിലും പൈസ കൊണ്ടുപോകണം എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് നിങ്ങളുടെ കിട്ടിയിട്ടുള്ള കോളേജിൽ ഡിപ്പെൻഡ് ചെയ്ത് മാറും. ഈ ഒരു എമൗണ്ട് കുറച്ച് കൂടുതലാവാൻ ചാൻസ് വളരെ കുറച്ചായിരിക്കും ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും കുറച്ചെങ്കിലും കൂടുതലാവാം. ഈ ഒരു എമൗണ്ടിന് കുറവും ഉണ്ടാവും. അപ്പൊ ഒരു റേഞ്ച് ആണ് ഞാൻ പറയുന്നത്. ഇത്രയെങ്കിലും പൈസ നിങ്ങളെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളെ ATM-ലോ ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് അന്നേരം ഒരു എന്താ പറയുക വെപ്രാളം പിടിക്കാൻ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തില്ല എന്നുള്ള അഡ്മിഷൻ ഒന്നും മുടങ്ങത്തില്ല. കാരണം നിങ്ങളത് കുറച്ച് എന്താ പറയാ, വേണമെങ്കിൽ പറ്റില്ല എങ്കിൽ എക്സ്റ്റെൻഡ് ചോദിക്കാം അവരടുത്ത്. അത് ഓരോരു കോളേജിന്റെ മാനേജ്മെന്റിനും നല്ല മനസ്സുപോലെ ഇരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതുപോലത്തെ നീറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കണ്ടന്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. സോ ഇതിപ്പോ ഞാൻ അന്ന് അടച്ചിട്ടുള്ള എന്റെ റെസിപ്റ്റ് ആണ്. അതെന്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് എനിക്കിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നിങ്ങൾക്ക് അറിയാലോ, ഒരു ട്യൂഷൻ ഫീസ് നമ്മൾ അടയ്ക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ട്യൂഷൻ ഫീസ് നമ്മൾ കുറച്ച് ഗവൺമെന്റിൽ അടയ്ക്കും. ബാക്കിയുള്ളതാണ് നമ്മൾ കോളേജിൽ അടയ്ക്കുക. ബാക്കിയുള്ള എല്ലാ വർഷവും നമ്മൾ കോളേജിലാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പം അതൊക്കെ അറിയായിരിക്കില്ല, നമ്മൾ 5 കൊല്ലം ഫീസ് അടയ്ക്കണം. ഇപ്പോഴും 4 കൊല്ലം, ഒരു കൊല്ലം ഹൗസ് സർജൻസി ആയതിനെ കൊണ്ട് ഫീസ് അടയ്ക്കേണ്ട എന്ന് വിചാരിച്ച് പലരും ഇരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, 5 വർഷം നിങ്ങൾ ഫീസ് അടയ്ക്കണം. 5 വർഷം സ്പെഷ്യൽ ഫീ അടയ്ക്കണം. 5 വർഷം നിങ്ങൾക്ക് ചില കോളേജിൽ ഹോസ്റ്റൽ ഫീ അടയ്ക്കണം, ചില കോളേജിൽ ഹോസ്റ്റൽ ഫീ അടയ്ക്കണ്ട. മെസ്സ് അടയ്ക്കേണ്ടി വരില്ല 5ാമത്തെ വർഷം, കാരണം മെസ്സ് നമ്മൾ പുറത്തുനിന്നായിരിക്കുമല്ലോ, അപ്പം അത് അടയ്ക്കണ്ട. അപ്പം ഇതല്ലാതെ നമ്മൾ ചേരുന്ന സമയത്ത് നമ്മൾ ആദ്യം അടയ്ക്കുന്ന അഡ്മിഷൻ ഫീ ആണ്. അഡ്മിഷൻ ഫീ എന്റെ കോളേജിൽ വന്നിട്ടുള്ളത് 5000 റുപ്യ കേട്ടോ. രണ്ടാമത് വന്നിട്ടുള്ളത് കോഷൻ ഡിപ്പോസിറ്റ് ആണ്. അതും 5000 റുപ്യാണ്. കോഷൻ ഡിപ്പോസിറ്റ് തിരിച്ചു കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ടെസ്റ്റ് ട്യൂബ് പൊട്ടി എന്നൊക്കെ പറഞ്ഞെങ്കിൽ തോന്നുന്നു അതൊക്കെ അതിൽ പിടിക്കുമായിരിക്കും. പക്ഷെ ഇത് രണ്ടിനും കൂടെ തന്നെ ഇപ്പം 10000 രൂപ എന്റെ കോളേജിലായിട്ടുണ്ട് കേട്ടോ. അടുത്തത് യൂണിവേഴ്സിറ്റി ഫീ ആണ്. അത് അറൌണ്ട് 2400 ആണ് വന്നിട്ടുള്ളത്. രണ്ടാമത് ലൈബ്രറി ഫീ ആണ്. 7000 രൂപയാണ് ലൈബ്രറി ഫീ വന്നിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് വായിക്കുമ്പോ സങ്കടം വരും. കാരണം ലൈബ്രറിയിൽ നിന്ന് ഞാൻ ഒരു ബുക്ക് പോലും എടുത്തിട്ടില്ല. സത്യം പറയാലോ, എന്റെ ബുക്ക് തന്നെ പഠിച്ചെങ്കിൽ തീരാറുണ്ടായിരുന്നില്ല. ലൈബ്രറിയിലൊന്നും ഞാൻ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ബുക്ക് എടുത്താലായി. അത് തന്നെ ഞാൻ അങ്ങനെ കാര്യമായ ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എന്റെ ബുക്ക് തന്നെ വായിച്ച് സമയം തികയാറില്ലായിരുന്നു. പിന്നെ ലൈബ്രറിയിൽ നിന്നൊന്നും ഞാൻ ബുക്ക് എടുത്ത് റെഫർ ചെയ്ത് പഠിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് 4500 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അതും എനിക്കിപ്പം സങ്കടം വരുന്നു. ആകെ വെർത്തായിട്ട് തോന്നിയിട്ടുള്ള ID കാർഡ് 100 രൂപയാണ്. അത് പിന്നെ 5 കൊല്ലം ഇട്ടിട്ടുമുണ്ട്. പരീക്ഷയ്ക്ക് അത് നിർബന്ധമാണ്. അത് 100 രൂപ, അത് മാത്രം വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ലാബ് ഫീ ആണ്. അതും 5000 റുപ്യാണ്. പക്ഷെ എന്നാലും നമ്മൾ ടെസ്റ്റ് ട്യൂബ് പൊട്ടിച്ച് നമ്മൾ അതിന് വേറെ വേറെ പൈസ കൊടുക്കണം കേട്ടോ. അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ ആണ്. അത് വരുന്നത് 8500 ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ എന്തിനാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കും അറിയാം, നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് 4500 ഉണ്ട് കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ, എവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കോളേജിൽ നിന്ന് ഹോസ്പിറ്റൽ വരെ ഞങ്ങൾ നടന്നാണ് പോവുക. അതും മല കയറിയാണ് പോവുക. രണ്ടാമത് കോളേജിൽ നിന്ന് ബസ് സ്റ്റാൻഡ് വരെ വീട്ടിലേക്ക് വരാനാണെങ്കിലും നമ്മൾ ഓട്ടോ പിടിച്ചാണ് പോവുക. കോളേജിൽ നിന്ന് എവിടത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന് എനിക്കറിയില്ല. അവരുടെ റോഡ് യൂസ് ചെയ്യുന്നുണ്ടാണോ, നടന്ന് യൂസ് ചെയ്യുന്നുണ്ടാണോ എന്ന് അറിയില്ല. ട്രാൻസ്പോർട്ടേഷൻ ഫീ ഉണ്ട്. അതും 4500 രൂപ. പിന്നെ അടുത്ത വരുന്നത് മിസലേനിയസ് ഫീ ആട്ടോ. അത് വരുന്നത് 7000 രൂപയാണ്. എന്താണ് ഈ മിസലേനിയസ് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അവർ ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എല്ലാത്തിനും പൈസ ഇടുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പൈസ അടയ്ക്കാന്നല്ലാതെ.
ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റില്ല. മിസ്സലേനിയസ് ഫീ ഉണ്ട്, അതും 7000 രൂപ. പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസിന് 3000 രൂപ കേട്ടോ. കൾച്ചറൽ ആക്ടിവിറ്റീസിന് ഞങ്ങൾ 3000 കൊടുത്താലും ഏതൊരു കൾച്ചറൽ പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ അതിന് ഫണ്ട് ഇടേണ്ടി വരും. അതും നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫണ്ട് 1000 അടുപ്പിച്ചിടേണ്ടി വരും. ജൂനിയേഴ്സ് നടന്ന പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഫണ്ട് ഇടേണ്ടി വരും. അപ്പം ചില കോളേജിൽ തേർഡ് ഇയർ വരെ ഒക്കെ ഇട്ടാൽ മതിയായിരിക്കും. നമ്മൾ ഫൈനൽ ഇയർ ആകുമ്പോൾ ഫണ്ട് ഇടേണ്ടി വരാറില്ല. എന്റെ കോളേജിൽ ഫൈനൽ ഇയർ ആകുമ്പോൾ ബാക്കിയുള്ള എല്ലാ സീനിയേഴ്സിനും വേണമെങ്കിൽ ഇട്ടാൽ മതി, അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്റെ ക്ലാസ്സിൽ എല്ലാവരും ഇടും കേട്ടോ. കാരണം അതെന്താ വെച്ചാൽ എന്റെ ക്ലാസ്സിലെ ചില ആത്മാർത്ഥതയുള്ള കുട്ടികൾ എല്ലാവരും കൈത്തിരി കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. അതുകൊണ്ട് അത് എല്ലാവരും ഇടാറുണ്ട്. എത്ര നമ്മൾ പ്രതിഷേധിച്ചാലും നമ്മൾ ഇടേണ്ടി വരും. ഓക്കെ, അടുത്തത് അഫിലിയേഷൻ ഫീ ആണ് 10000 രൂപ. പിന്നെ വരുന്നത് യൂണിഫോം 7500. എന്റെ കയ്യിൽ ഏറ്റവും വിലയുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് എന്റെ യൂണിഫോം ആട്ടോ. 7500 ഡ്രസ്സ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല എന്റെ യൂണിഫോം അല്ലാതെ. എന്റെ ക്വാളിറ്റി ഉണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. അവര് 3 ജോഡി യൂണിഫോം തരും. 3 ജോഡി ടോപ്പ്, പാന്റ്, ഷോള്, 2 കോട്ട്. ഇത്രയാണ് യൂണിഫോം ഫീ. അടുത്തത് ഹോസ്റ്റൽ ഫീ ആണ്. അത് ഞങ്ങൾക്ക് 75000 രൂപയാണ്. മെസ് ഫീ ഞങ്ങൾക്ക് 57750 ആണ്. അപ്പം ഇത്രയും ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് എന്ത് നമ്മളുടെ എക്സ്ട്രാ പൈസയായിട്ട് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് അവിടുന്ന് മേടിച്ചതാട്ടോ. അതായത് ഫസ്റ്റ് ഇയറിൽ അവര് എന്റെ കോളേജുകാർ ടെക്സ്റ്റ് ബുക്ക് മേടിച്ചു വെച്ചിട്ട് നമ്മളടുന്ന് പൈസ ആട്ടോ ഈടാക്കിയത്. പക്ഷെ ഒരിക്കലും ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊരിക്കലും വെർത്തായിരുന്നില്ല. വളരെ ഏറ്റവും കൂടുതൽ അഴിമതി നടന്നിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ടെക്സ്റ്റ് ബുക്ക്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിന് 12500 രൂപയാണ് അവർ മേടിച്ചത്. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റാണ് നമുക്ക് പറഞ്ഞു തന്നത്. പക്ഷെ ആ ടെക്സ്റ്റില് ഇപ്പൊ ഫിസിയോളജി ഒക്കെ അവര് പറഞ്ഞ ടെക്സ്റ്റ് ആയിരുന്നില്ല എനിക്ക് പഠിക്കാൻ പറ്റിണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അത് അവരെന്തായാലും ബൾക്കായിട്ടാണല്ലോ തരിക. അപ്പൊ അത് വാങ്ങിക്കേണ്ടിയും വന്നു. പിന്നെ എനിക്കത് പറ്റാണ്ട് ഞാൻ വേറെ വാങ്ങിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വരും. അപ്പൊ നിങ്ങൾ കഴിവതും നിങ്ങൾക്ക് പറ്റുന്ന മാത്രം ടെക്സ്റ്റ് വാങ്ങിക്കുക. ഒരുപാട് ടെക്സ്റ്റ് അല്ലെങ്കിൽ എല്ലാ ഓതറിന്റെ ടെക്സ്റ്റ് വാങ്ങിച്ചിട്ട് പൈസ കളയാതിരിക്കുക. ആവശ്യമുള്ള ടെക്സ്റ്റ് എല്ലാ സബ്ജക്റ്റിന്റെയും നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ടെക്സ്റ്റ്, ഒരുപാട് ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന ടെക്സ്റ്റ് മാത്രം വാങ്ങിക്കുക, വായിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പൊ ഇതെന്ന് പറയുന്നത് 12500 രൂപ ടെക്സ്റ്റിന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പം ബൾക്കായിട്ട് മേടിച്ചാൽ മതി. ഇപ്പൊ ഞങ്ങൾ അതിന് ശേഷം സെക്കൻഡ് ഇയർ ഓൺവേഴ്സ് ഞങ്ങൾ എല്ലാവരും ബൾക്കായിട്ടാണ് മേടിക്കുക. അപ്പൊ എന്റെ ക്ലാസ്സിലെ റെപ്പൊക്കെ തന്നെ അതിനെ ഇനിഷ്യേറ്റ് ചെയ്ത് എടുക്കും. ബൾക്കായിട്ട് മേടിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും പൈസ ലാഭം കിട്ടും. അപ്പം കാരണം എന്താ പറയാ, നമ്മൾ സിംഗിൾ പീസ് മേടിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഫുൾ തുക കൊടുക്കേണ്ടി വരും. അപ്പം വലിയ ലാഭം എന്നൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യമെങ്കിലും ലാഭം കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ കണ്ടമാനം ബുക്ക് ഫസ്റ്റ് ഇയർ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. അങ്ങനെ കണ്ടമാനം ബുക്ക് നോക്കിയിട്ട് വാങ്ങിക്കുക. ഇപ്പം എന്റെ കയ്യിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് കണ്ണിഹാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ചില കോളേജിൽ വളരെ അത്യാവശ്യമാണ്, അവർക്കത് വേണം. പക്ഷെ എന്റെ കോളേജിൽ അത് നിർബന്ധം ഉണ്ടായിരുന്നു വെച്ചാൽ മിസ്സിന് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളാരും അത് തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് നല്ല എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഇന്ന് നഷ്ടമാണ് ഒരു കണ്ണിഹാം വാങ്ങിച്ചു കഴിഞ്ഞാൽ. എനിക്കറിയില്ല അത് വെച്ച് കാര്യം പഠിക്കുന്നവരുണ്ടാവും, പക്ഷെ എനിക്കറിയില്ല. അപ്പം അങ്ങനെ കണ്ണിഹാം. പിന്നെ വേറൊരു ബുക്ക് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ബുക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് കുറെ കുട്ടികൾ ഹിസ്റ്റോളജി എന്തിലാ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്ന് ഹിസ്റ്റോളജി പഠിച്ച എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഏത് ബുക്കാണെന്നോ ഏത് ഓതറിന്റെ ബുക്കാണെന്നോ എൻ്റെ മറന്നുപോയി. കാരണം ഞാൻ ഫൈനൽ ഇയർ ആയപ്പോഴല്ലേ ചോദിച്ചു. അപ്പൊ എന്റെ ബുക്ക് മറന്നു. ഞാൻ അത്യാവശ്യം തപ്പിയപ്പോ എനിക്ക് കണ്ടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ കോളേജിൽ നിന്ന് വെക്കേറ്റ് ചെയ്തപ്പോ ആ ബുക്ക് വളരെ ഫ്രഷ് ആയിട്ട് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ പോകുന്ന ആർക്കെങ്കിലും ആ ബുക്ക് വേണമെങ്കിൽ ഞാൻ അത് തരും കേട്ടോ. ചുമ്മാ ഞാൻ നിങ്ങളെ അഡ്രസ്സ് പറഞ്ഞു തന്നാൽ മതി. ഞങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരും ഞാൻ. അപ്പം കാരണം എന്റെ കയ്യിൽ ബുക്ക് വെച്ചിട്ട് പ്രത്യേകിച്ച് എനിക്ക് യൂസ് ഒന്നുമില്ല. ആ ബുക്ക് ഫസ്റ്റ് ഇയറിലെ ബുക്കായിരുന്നു. പക്ഷെ വളരെ വൃത്തിയിലും ഞാൻ അതിൽ എനിക്കൊന്നും പോലും മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ബുക്കിൽ വളരെ ഇങ്ങനെ എന്താ പറയുക ചപ്പിളി ആക്കുന്ന ടൈപ്പ് ഒന്നല്ല. അപ്പം പിന്നെ എന്റെ വളരെ വൃത്തിയിൽ ആ ബുക്ക് ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ വേറൊരു വീട്ടിൽ ആ ബുക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത്രയും ഫീസാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ആകെ മൊത്തം സം ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇത്രയും ഫീസ് നിങ്ങൾക്ക് ഏറെക്കുറെ വരും. അപ്പൊ അതായത് നിങ്ങൾ എന്തായാലും നിങ്ങൾ അത്യാവശ്യം ഒരു 20,000 രൂപയെങ്കിലും 20 to 25 അല്ലെങ്കിൽ 30,000 രൂപയെങ്കിലും എന്തിന് നമ്മളെ ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും സ്പെഷ്യൽ ഫീ അല്ലാതെ നിങ്ങളെ കയ്യിൽ വെക്കണം. ഇപ്പം സ്പെഷ്യൽ അതായത് റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ പോലും ഈ കോഷൻ ഡിപ്പോസിറ്റ് ഒക്കെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അപ്പം അതിനനുസരിച്ചുള്ള ചെറിയൊരു തുകയെങ്കിലും 15,000 എങ്കിലും നിങ്ങൾ കയ്യിൽ
കരുതുക നല്ലതായിരിക്കും. ഇത്ര വരും എന്ന് ഞാൻ പറയില്ല, ഏറെക്കുറെ ഇതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആകാം. അപ്പൊ ആ സമയത്ത് നമ്മളിപ്പം അറിയാത്തൊരു കോളേജ് അല്ലെ സ്ഥലമായിരിക്കും, ഒരുപാട് ദൂരെയായിരിക്കും. ചിലര് കാസർഗോഡിന്റെ ഇങ്ങേറ്റം തിരുവനന്തപുരം അങ്ങേറ്റൊക്കെ ആയിരിക്കും അഡ്മിഷൻ കിട്ടുക. അപ്പം അത്രയും ദൂരത്തു നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്ഥലം അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പോലും നമുക്ക് ഭാഷാ പ്രശ്നം വരെ വരും. ഞാൻ അതൊക്കെ മനസ്സിലാക്കിയപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വരും. അപ്പം നിങ്ങൾ ഒക്കെ നോക്കുക. അത്യാവശ്യം ഒരു പൈസ നിങ്ങൾ ഇത്ര ഒരുപാട് നല്ല ഒരു 20,000 രൂപയെങ്കിലും നിങ്ങൾ കയ്യിൽ കരുതുക. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ബുക്കൊക്കെ വളരെ സൂക്ഷിച്ച് വാങ്ങിക്കുക. അപ്പം പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ ചെലവുകൾ എന്നൊക്കെ പറഞ്ഞു വരും കേട്ടോ. നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് മേടിക്കുക. എനിക്ക് അധികം ചെലവ് വന്നിട്ടില്ല, കാരണം ഞാൻ അത്യാവശ്യം നോക്കും ഈ സാധനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പൊ ഇത്തിരിയെങ്കിലും എനിക്ക് ആവശ്യമില്ലാന്ന് തോന്നി ഞാൻ പിന്നെ മേടിക്കില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പൈസ പോവാൻ ചാൻസ് ഉള്ള ഒരു വർഷമാണ് ഫസ്റ്റ് ഇയർ. അപ്പൊ ഞാൻ വേണമെങ്കിൽ എന്തിലൊക്കെയാണ് നിങ്ങൾക്ക് പൈസ അധികമായി പോകുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് ചോദിക്കണേ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കുക, അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.